എൻ.ഡി.എയുടെ 2 ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് ഒരേ വോട്ട്. അതായത് സാമ്രാട്ട് ചൗധരിക്കും വിജയ്കുമാർ സിൻഹക്കും കിട്ടിയ വോട്ടുകളുടെ എണ്ണം ഒരേ വോട്ട്. വളരെ യാദൃശ്ചികം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം അല്ലേ. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 2020 കിട്ടിയ വോട്ടിന്റെ ശതമാനം 5.6%. അന്ന് ജയിച്ച് വിന്നിംഗ് സീറ്റ് 1. അതേ LJP 2025 വന്ന സമയത്ത് വീണ്ടും വോട്ട് ശതമാനം കുറയാണ്. 5.6 5.1 ആവുന്നുണ്ട്. ജയിച്ച സീറ്റുകളുടെ എണ്ണം 19. കണ്ണു തള്ളിയോ? തള്ളിയിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. വീണ്ടും മറ്റൊരു ഹരിയാന ഇവിടെ ആവർത്തിച്ചു. അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണ സമയത്ത് മഹാഗഡ്ബന്ധൻ ജയിച്ചത് 142 സീറ്റിലും അതുപോലെ തന്നെ നമ്മുടെ NDA ജയിച്ചത് 98 സീറ്റിലായിരുന്നു. അതേ സ്ഥാനത്ത് EVM എണ്ണിക്കഴിഞ്ഞപ്പം അത് 202 35 കുറഞ്ഞു. ഇതേപോലെ തന്നെ ആയിരുന്നു ഹരിയാനയിലും നമ്മൾ കണ്ടിരുന്നത്. അപ്പം ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഹൈലൈറ്റ്സ്. എങ്ങനെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ NDA സർക്കാരും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള അഭിഹിത ബന്ധം എന്താന്നുള്ളത് നമുക്ക് കാണാം. നമ്മൾ പല കണക്കുകളും ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ താഴത്ത് വന്ന് എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്ന് കുരയ്ക്കുന്ന എല്ലാ എല്ലാ സംഘപരിവാർ ചെത്തല പട്ടികളോടും ആണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ഞാൻ വിളിപ്പിക്കാൻ വന്നു, ഇനി ഞാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കും. നീയൊക്കെ കറപ്പിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും നാട്ടിൽ കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ വേണ്ടടാ നമ്മുടെ ജനാധിപത്യത്തിന്, ഡെമോക്രസി അല്ലെങ്കിൽ നമ്മുടെ വോട്ട് ചോരിനൊക്കെ വെളുപ്പിച്ചെടുക്കാൻ കുറച്ച് പേരൊക്കെ വേണ്ട. അതുകൊണ്ട് വന്ന് സംസാരിക്കുക എന്നുള്ളൂ. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഹരിയാനയിൽ നമ്മളെല്ലാവരും കണ്ടിരുന്നു. അതായത് അവിടുത്തെ വോട്ടിംഗ് കൗണ്ടിങ് സമയത്ത് പോസ്റ്റൽ വോട്ടുകൾ വന്ന സമയത്ത് ഇന്ത്യ ബ്ലോക്ക് അങ്ങ് കുത്തനെ മേലോട്ട് പോകുന്നതും അതുപോലെ തന്നെ NDA സഖ്യം വളരെ താഴോട്ട് പോകുന്നതും അത് കണ്ട് എല്ലാവരും ഒന്ന് ഇതൊരു ട്രെൻഡാണ്, കോമൺ ട്രെൻഡാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അവസാനം വന്ന സമയത്ത് നേരെ കാമ്പടം പറഞ്ഞ അവസ്ഥയിലോട്ടാണ് പോയത്. അത് തന്നെയാണ് നമ്മുടെ ഇവിടെ സംഭവിച്ചത്. പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ മഹാഗഡ്ബന്ധൻ 142 സീറ്റിലായിരുന്നു വിൻ ചെയ്തിരുന്നത്. മീൻസ് ലീഡിങ് ആയിരുന്നത്. NDA അത് വെറും 98 സീറ്റുകളിൽ മാത്രമായിരുന്നു. ഇത് തന്നെയായിരുന്നു ഹരിയാനയിലും സംഭവിച്ചിരുന്നത്. അപ്പം ബീഹാറിലും അത് തന്നെ ആവർത്തിച്ചു. നമ്മൾ വോട്ടിംഗ് ഈ കൗണ്ടിങ്ങിന്റെ സമയത്ത് പല ചാനലുകളും നമ്മൾ വന്നിരുന്നത് ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ NDAയും ഒരേ വോട്ടിംഗ് പാറ്റേണിലോട്ട് വന്നില്ല, ഒരേ സ്ഥലത്തോട്ട് ലീഡിങ് 108 91 91 എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു തിരിഞ്ഞത്. എങ്ങനെയാണോ വാരാണസിയിൽ നമ്മുടെ മോദി തോറ്റു നിന്നോടത്ത് ജയിച്ചത്, അതുപോലെ തന്നെ ഇവിടുന്ന് കംപ്ലീറ്റ് സീറ്റ് ഒരു ആമ്പടം മറച്ചിലായിരുന്നു ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കോമൺ ആണ്, നമുക്കറിയാം അല്ലേ. പോസ്റ്റൽ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ സൈന്യമായിട്ട് അല്ലെങ്കിൽ ഇവിടെയായിട്ട് വരാൻ പറ്റാതെ അതിർത്തിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടാവില്ല, ഇപ്പം ഇലക്ഷൻ ഡ്യൂട്ടി ആയിട്ടും മറ്റ് ഡ്യൂട്ടികളൊക്കെ ആയിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ഇരുന്ന ആളുകൾ, ഇവരൊക്കെയാണ് പോസ്റ്റൽ വോട്ടുകൾ ചെയ്തയക്കുന്നത്. പോസ്റ്റൽ വോട്ട് എങ്ങനെയാണ്? EVM അല്ല. പോസ്റ്റൽ വോട്ട് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നോർമൽ ബാലറ്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്നതാണ്. അതുകൊണ്ട് അതിലാർക്കും കൃത്രിമൊന്നും വല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. കണക്ക് പോലെ ആയിരിക്കും. അതാണ് പോസ്റ്റൽ വോട്ട്. അപ്പം അങ്ങനെ വന്ന പോസ്റ്റൽ വോട്ടായിരുന്നു ഹരിയാനയിലും ഇപ്പം ബീഹാറിലും ഒക്കെ. ഈ ഇന്ത്യ ബ്ലോക്ക് എപ്പോഴും ഒരുപാട് അല്ലെങ്കിൽ ഒരു ഡബിൾ ഇതിൽ മുന്നോട്ട് കയറി വരുന്നത്. അപ്പം ആ പോസ്റ്റൽ വോട്ടിലെല്ലാം ജയിച്ചത് ആരാണ്? ഇന്ത്യ ബ്ലോക്കാണ്. ആ ഇന്ത്യ ബ്ലോക്ക് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഈ പറഞ്ഞ പട്ടാളക്കാരാണ്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് പോസ്റ്റൽ വോട്ട് ഏറ്റവും കൂടുതൽ ചെയ്യാറ്. അപ്പോൾ നിങ്ങളത് ആലോചിച്ചാൽ മതി, അവരുടെ ഇടയിലൊക്കെ ആര് ജയിക്കണമാണ്, എന്താണ് ജയിക്കണം എന്നുള്ളതിൻ്റെ പച്ചക്കുള്ളത് ഈ ബാലറ്റ് പേപ്പറിൽ കുത്തി കണക്കിൽ വന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് വന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. പക്ഷെ അത് ബാലറ്റ് പേപ്പറിൽ കുത്തി വിടാത്തത് കൊണ്ട് നമുക്ക് എന്ത് തിരിമറി ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിൽ EVM ത്രൂ അല്ലെങ്കിൽ ഏത് ലെവലിലാണോ നമ്മൾ കുത്തിക്കയറ്റി അല്ലെങ്കിൽ ഇതുപോലെ ആളുകളുടെ വോട്ടിങ്ങിൻ്റെ എണ്ണം കൂട്ടിയത്, അത് വ്യക്തമായിട്ട് പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മുടെ ബീഹാർ ഇലക്ഷനിലും. ഇനി അത് ഒരു കണക്ക് മാത്രമാണ്. നമ്മൾ അടുത്ത ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അന്ന് പലരും വന്ന് നമ്മുടെ പല നിഷ്പക്ഷ പണിക്കാരും വന്നിട്ട് പറഞ്ഞു അതങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് വോട്ടിങ്ങിൻ്റെ എണ്ണം, വോട്ടിംഗ് കൗണ്ട് കൂടുതലായിരിക്കും, അങ്ങനെയാണ് വോട്ട്. അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയ സമയത്ത് ഈ പറഞ്ഞ RJD എപ്പോഴും ഒരുപാട് മുന്നോട്ട് നിന്നിരുന്ന എല്ലാ സ്ഥലങ്ങളിലും RJDക്കും ഇപ്രാവശ്യത്തെ NDA സഖ്യത്തിൻ്റെയും വോട്ട് ശതമാനം ഏകദേശം സെയിമാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് 2 സ്ഥലത്ത് വോട്ട് കൂടിയതുകൊണ്ട് പെർസെൻറ്റേജ് കൂടി എന്നുള്ള തള്ളൊന്നും വേണ്ട.
അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചിരാഗ് പാസ്വാന്റെ LJPനെ തന്നെ എടുക്കാം. LJPയുടെ വോട്ട് ഷെയർ 2020 5.6% മാത്രമായിരുന്നു അല്ലേ. 5.6% മാത്രമുള്ള LJPക്ക് അപ്രാവശ്യം കിട്ടിയ സീറ്റ് എത്രയായിരുന്നല്ലോ? ഒരു സീറ്റിലായിരുന്നു കേട്ടോ. അതേ ചിരാഗ് പാസ്വാന്റെ LJP 2025 ഈ കഴിഞ്ഞ ഇലക്ഷന് വന്ന സമയത്ത് കിട്ടിയ വോട്ടുകൾ വെറും 5.1 അതായത് 0.5% വീണ്ടും താഴോട്ട് കുറഞ്ഞ്, എന്നിട്ടും വിന്നിങ് സീറ്റ് 19 സീറ്റിലാണ് ജയിച്ചത്. അങ്ങനെയാണ്, അതൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പം അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ സംസാരിച്ചാണ്, നമ്മൾ ഒന്നുകൂടെ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഇപ്രാവശ്യത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ്. BJPക്ക് ടോട്ടലി കിട്ടിയ വോട്ടാണ് നിങ്ങൾ കാണുന്നത് 1,81,143, അതായത് 20.08% വോട്ട്. അങ്ങനെ അവർ ജയിച്ചതാണെങ്കിൽ 89 സീറ്റിലാണ് ജയിച്ചിട്ടുള്ളത്. അതേ സ്ഥാനത്ത് JDUവിന് കിട്ടിയ ടോട്ടൽ വോട്ടുകൾ 96,67,118. അവർക്ക് കിട്ടിയ എന്താ പറയുക, ടോട്ടൽ വിന്നിങ് 85. ഇനി RJDന്റെ ടോട്ടൽ വോട്ടിംഗ് എത്ര വോട്ടാണ് അവർക്ക് കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1,15,46,055 വോട്ടുകളാണ് ടോട്ടൽ കിട്ടിയത്. അതായത് ഏകദേശം പെർസെൻറ്റേജ് കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 23% ആണുള്ളത് ടോട്ടൽ വോട്ടിൻ്റെ അല്ലേ. അപ്പം 23% ഉള്ള RJDക്ക് കിട്ടിയ സീറ്റുകൾ എത്രയെന്നറിയോ? വെറും 25 സീറ്റ്. വെറും 25 സീറ്റിൽ RJD ഒതുങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങൾ നോക്ക്, BJPനേക്കാളും അല്ലെങ്കിൽ JDUവിനേക്കാളും പെർസെൻറ്റേജ് 3-4% അധികം കിട്ടിയ ആൾക്ക് ഇപ്പോഴും വെറും 25 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. പിന്നെ കോൺഗ്രസിന് കിട്ടിയ 43,74,579 വോട്ടായിരുന്നു. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പറഞ്ഞാൽ 8.71 ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ ജയിച്ചത് വെറും 6. ചിരാഗ് പാസ്വാന്റെ LJP വെറും 5.1%. ഇപ്പം അതിൽ വീണ്ടും കുറഞ്ഞിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഈ കണക്കിൽ. അങ്ങനെ നോക്കുമ്പം അവർക്ക് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം 19 സീറ്റുമാണ്. ഇതെങ്ങനെ എവിടെ കൊണ്ട് ടാലി ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇനി 1-2 സ്ഥലത്ത് ഇവരിങ്ങനെ വിന്നിങ് ഭയങ്കര ഹൈയിൽ വോട്ട് പോയതാണെന്ന് വെച്ചാൽ അത് സത്യവുമല്ല. എല്ലാ സ്ഥലത്തും വോട്ടിങ്ങിൻ്റെ എണ്ണം ഏകദേശം ആനുപാതികമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിനേക്കാൾ വലിയ കണക്കൊന്നും ഇനി ചോറ് തിന്നുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് കാര്യം മനസ്സിലാവും. ചാണകം തിന്നുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാലൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ടോട്ടൽ, അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ടോട്ടൽ വോട്ടിങ്ങിൻ്റെ കൗണ്ടൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് 1-2 ആൾക്കാർ പറഞ്ഞു എന്താ പറയുക, ആ കാണിച്ച ഡാറ്റ അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഞാൻ സൈഡിൽ വെച്ചോളാം. അപ്പോൾ ഞാനതൊന്ന് പൊക്കി നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് വെച്ച് തരാം. അതിൽ നമ്മൾ അന്ന് കണ്ടതും അല്ലാത്ത ഒരുപാട് തെറ്റുകൾ ഇനിയും ഉണ്ട്. ഇതൊക്കെ ടൈപ്പ് എറർ ആയിരിക്കും അല്ലേ. ഇലക്ഷൻ കമ്മീഷൻ്റെ ടൈപ്പ് എറർ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതായത് ഫേസ് 1 നമ്മൾ കണ്ടല്ലോ അല്ലേ. അതായത് ഫീമെയിൽ ആൻഡ് മെയിൽ വോട്ട് ഏകദേശം ഈ പറഞ്ഞ പോലെ 1,76,77,219 ഫീമെയിൽസും, അതുപോലെ ഫേസ് 2 ഉണ്ടായിരുന്നത് ടോട്ടൽ 1,74,68,572. അതിൻ്റെ ടോട്ടൽ നിങ്ങൾ അവിടെ കണ്ടല്ലോ അല്ലേ. അതായത് 3,5,1,4,5,7,9,1, അതായത് 3,51,45,791, 51 ലക്ഷത്തി കേട്ടോ. അത് കഴിഞ്ഞ് മെയിലിലോട്ട് വരുമ്പം 1,98,35,323. ഫേസ് 2ലോട്ട് വരുമ്പം 1,95,141,141 കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ നിങ്ങൾ കണ്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ ടോട്ടൽ 3, അതായത് ഫീമെയിൽസിൻ്റെ ആണെങ്കിൽ 3,51,4,5,791 ശ്രദ്ധിക്കണേ. അതേപോലെ മെയിലിന് 3,93,79,366. ഈ 2 കൗണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണല്ലോ അല്ലേ, ഇതാണല്ലോ ഇപ്പുറത്തെ ടോട്ടലിൽ വരേണ്ടത് അല്ലേ, സത്യമല്ലേ? ഇനി നിങ്ങളൊന്ന് കൂട്ടി നോക്ക്. ആ ഫീമെയിൽസിൻ്റെ ടോട്ടൽ 3,51,45,791, മെയിലിൻ്റെ ടോട്ടൽ കൗണ്ടായിട്ടുള്ള 3,93,79,366 കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 7,45,226,858 അല്ല, അതിന് വീണ്ടും 1000 വോട്ടിൻ്റെ അടുത്ത് കുറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളിത് ഏത് കണക്കിൽ പെടുത്തണം? ഓൾറെഡി ഈ പറഞ്ഞ 7,42,00,000 എന്നാണ് നമ്മൾ സെപ്റ്റംബർ 30 വിട്ടത്. പക്ഷെ അതല്ല, അതിനുശേഷം പിന്നെയും 10 ദിവസം കൂടെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഇന്നലെ വന്ന് നമ്മൾ ന്യായം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ന്യായം ഞങ്ങൾ അങ്ങ് എടുത്തു എന്ന് വിചാരിക്കുക.
ആ ന്യായം എടുത്തു വന്നാലും ഈ കാണിച്ച ടോട്ടൽ ഫീമെയിൽ ആൻഡ് മെയിൽ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ടോട്ടൽ ഇലക്ട്രോൾസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ കണക്കും വീണ്ടും ഒരു 1000-1500 വോട്ടിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുക? അതും ടൈപ്പ് ഓർഡറാണോ? ഇനി അതല്ല, ഈ 66% എല്ലാവരും 66% അല്ലേ, അപ്പം നിങ്ങൾ പെർസെൻറ്റേജിലല്ലേ കണക്കിടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് ചോദിക്കുന്നില്ല, അത് പോട്ടെ, അതും നിങ്ങളുടെ ടൈപ്പ് എറർ ആയിക്കോട്ടെ. ഇവിടെ വീണ്ടും വോട്ടിൻ്റെ ടൈപ്പ് എററാണ്. ഇത് നിങ്ങൾ ആരെയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നത്, ഇങ്ങനെ കൂട്ടി നോക്കിയിരുന്നു? നമ്മൾ ജസ്റ്റ് കണ്ട് ഒരു വേഗ് കണക്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു. പക്ഷേ അത് വീണ്ടും ഡീപ്പായിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ എത്ര തെറ്റുകൾ ആൾക്കാർ കാണിച്ചിരുന്നു നമ്മുടെ കൂട്ടത്തിലോട്ടുള്ള. ഇമാതിരി കളവ അവിടെ നടന്നിട്ടുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ മറ്റൊരു കോയിൻസിഡൻസ് കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ. കോയിൻസിഡൻസ് വെറും സ്വാഭാവികം മാത്രം, വേറെ ഒന്നും തെറ്റിയിരിക്കരുത്. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരല്ലേ? 2 ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ടായിരുന്ന NDAൻ്റെ ആൾക്കാരായിരുന്നു. ഒന്ന് സാമ്രാട്ട് ചൗധരിയും അതുപോലെ വിജയ് കുമാർ സിൻഹയും. ഈ സാമ്രാട്ട് ചൗധരി ജയിച്ചത് ടോട്ടൽ കിട്ടിയ വോട്ട് 1,22,450 വോട്ട് എക്സാക്ട്ലി. അതിന് തോറ്റ സ്ഥാനാർത്ഥിനേക്കാളും 45,843 വോട്ടാണ് കൂടുതലുണ്ടായിരുന്നത്. വോട്ടിൻ്റെ എണ്ണം നോക്കണേ, 1,22,450. നമ്മുടെ BJPയുടെ അടുത്ത കാൻഡിഡേറ്റായ ഉപമുഖ്യമന്ത്രി കാൻഡിഡേറ്റും അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന വിജയ് കുമാർ സിൻഹൻ്റെ വോട്ട് നിങ്ങൾ നോക്ക്, 1,22,408. 2 ഉപമുഖ്യമന്ത്രിമാരാണ്, 2 പേരുടെയും വോട്ട് ഒന്നാണ്. അത് വെറും സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങ് എടുത്താൽ മതി. പക്ഷേ ചോറൊന്നും എല്ലാവർക്കും ഒന്നും സ്വാഭാവികം എടുക്കാൻ തോന്നില്ല. ഇപ്പോഴൊക്കെ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഉപമുഖ്യമന്ത്രിയാണ്, ഉപമുഖ്യമന്ത്രിക്ക് ഇത്ര വോട്ടം കിട്ടോ, മറ്റേ തോൽക്കുന്നവൻ്റെ അടുത്ത് ഏകദേശം നിങ്ങൾ ഇത്ര വോട്ടം കുറച്ചിട്ടോ എന്ന് പറഞ്ഞതുപോലെ കറക്റ്റ്. പക്ഷേ 2 ഉപമുഖ്യമന്ത്രി ഉണ്ടായതുകൊണ്ട് 2 പേരുടെയും ഇത് സെപ്പറേറ്റ് ചെയ്തിടാൻ മറന്നുപോയിട്ട് ഒരുമാതിരി പ്രോഗ്രാം ചെയ്ത് വെച്ച പോലത്തെ വോട്ടായിപ്പോയി അവിടെ അല്ലേ. വല്ലാത്തൊരു കണക്കായിപ്പോയി. വെറും സ്വാഭാവികം, വേറെ ഒന്നും ആൾക്കാരെ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ ഒരു 100 കണക്കിന് ആ സാധനങ്ങൾ അതിൽ നിന്ന് എടുത്ത് പുറത്തോട്ടിടേണ്ടി വരുന്നത് നമുക്ക് അല്ലേ. 100 കണക്കിൽ ഇങ്ങനത്തെ തെറ്റുകുറ്റങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ടൈപ്പോ എററോ, അതല്ലെങ്കിൽ ഞങ്ങളോട് നിങ്ങൾ കോടതി പൊക്കോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഈ ഇലക്ഷൻ കമ്മീഷനും ഈ പറഞ്ഞ ഈ നാട്ടിലെ നമ്മുടെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, അവരത് കണക്കെടുത്ത് എടുക്കുന്നുമില്ല. എടുത്താൽ തന്നെ അതിനുള്ള റിപ്ലൈ ആയിട്ട് തരുന്നുമില്ല. 45 ദിവസം തട്ടിമുട്ടി ഇങ്ങനെ മുക്കി അങ്ങ് കൊണ്ടുപോകും. 45ാമത്തെ ദിവസം കംപ്ലീറ്റ് ഡിലീറ്റും ചെയ്ത് പരിപാടികളൊക്കെ നിർത്തുകയും ചെയ്യും. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ഡീറ്റെയിൽസ് വേണം, നിങ്ങളുടെ സൈറ്റിൽ അതുണ്ടോ ചോദിച്ചാൽ അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പേപ്പർ തരാം, ഒരു 6 മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങളൊരു കെട്ട് പേപ്പർ തരാം. അത് വെച്ച് നിങ്ങൾ പിന്നെ ഒരു 6 മാസം എടുത്ത് രാഹുൽ ഗാന്ധി ഇപ്പം ഹരിയാനയിൽ കണ്ടുപിടിച്ച പോലെ വേണേൽ നിങ്ങൾ കണ്ടുപിടിച്ചോ, അന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പം ഞങ്ങൾ ബബ്ബ അടിച്ച് ഇരിക്കും എന്ന് പറയേണ്ട അവസ്ഥ. ഇതിനെ ന്യായീകരിക്കാനാണല്ലോ നമ്മുടെ നാട്ടിലെ കുറേ വള്ളി ട്രൗസറും മറ്റേ കാവി കളസ് വിട്ടിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ഇതായാലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അവരുടെ ടീം ഇതിൻ്റെ പിന്നാലെ പോയി ഒരു 6 മാസം എന്തായാലും പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്ന സമയം എടുക്കുമല്ലോ അല്ലേ. അപ്പോൾ 6 മാസം കൊണ്ടൊക്കെ കണ്ടുപിടിച്ച് വന്നു കഴിയുമ്പോൾ അന്ന് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തി ഈ പറഞ്ഞവന്മാരെല്ലാവരും കൂടെ, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ മുങ്ങി നടപ്പായിരിക്കും. ഇലക്ഷൻ കമ്മീഷന് മറ്റേ ആശ്രയം താങ്ങി നിൽക്കുന്ന NDA സർക്കാരോ അതിനേക്കാൾ വലിയ മുങ്ങലായിരിക്കും. നമ്മൾ ആ സമയത്തും കുറച്ച് എന്താ പറയുക വർഗീയതയും അതും ഇതുമൊക്കെ പറഞ്ഞ് മുസ്ലിമിന് ഹിന്ദുവിന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് ഞങ്ങളിങ്ങനെ വിക്ടറി അടിച്ചിട്ട് പോണൊരവസ്ഥ. അതാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം.